ഹേ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് പെപ്പെ നായകനായ കൊണ്ടാൽ മൂവി കണ്ടേക്കാണ്. കൊണ്ടാൽ മൂവി ഒരു ഇടിപ്പടം, പെപ്പെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇടിപ്പടം എന്ന രീതിയിലാണ് ഞാനും ഈ പടം കാണാൻ പോയത്. അപ്പം ഈ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നപ്പോൾ തന്നെ ആ ഒരു പാട്ടും ആ ഒരു കടപ്പുറവും എല്ലാം കൂടിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു അങ്കമാലി ഡയറീസ് വൈബ്, ആ ഒരു വൈബ് കിട്ടണ ഒരു പടമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കുറച്ചങ്ങോട്ട് കഥയുടെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുമ്പം അതേമാതിരിയേ അല്ല കഥ, വേറൊരു രീതിയിലേക്കാണ് ഈ സ്റ്റോറി അങ്ങ് പോണത്. എനിക്ക് വലിയ കാര്യമായിട്ട് വർക്കൗട്ടായില്ല, എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഇതിൻ്റെ തിരക്കഥ തന്നെയാണ്. തിരക്കഥ ഒരു സെറ്റപ്പില്ല. പിന്നെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും വളരെ കുറച്ചേ ഉള്ളൂ ഈ സിനിമയിൽ. അതെല്ലാം കൊണ്ട് ഈ പടം എനിക്ക് ഒരു വളരെ ആവറേജ് ആ ഒരു മൂഡാണ് എനിക്ക് ഈ പടം തോന്നിയത്. പിന്നെ ഈ പടത്തിലെ ഫസ്റ്റ് ഹാഫിലേക്കൊക്കെ വരുമ്പോൾ നല്ല വലിച്ചു നീട്ടലുണ്ട്. ഫസ്റ്റ് ഹാഫ് മാത്രമല്ല, സെക്കൻഡ് ഹാഫും റബ്ബർ ബാൻഡ് പോലെ നല്ല രീതിയിൽ വലിച്ചു നീട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ അടുത്തിരുന്നവരൊക്കെ 2-3 പ്രാവശ്യം ടൈം എത്രയായി എന്ന് നോക്കണ്ടായിരുന്നു. അത്രയും വലിച്ചു നീട്ടലുകൾ ഈ പടത്തിനുണ്ട്. 2 മണിക്കൂർ 30 മിനിറ്റാണെന്ന് തോന്നുന്നു ഈ പടത്തിൻ്റെ ഡ്യൂറേഷൻ എന്താ വന്നത്. പക്ഷേ ഈ പടം ഒരു 2 മണിക്കൂർ ആവുമായിരുന്നെങ്കിൽ പടം കുറച്ചുകൂടി മെച്ചമായേനെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ നായകൻ എന്തൊക്കെയോ അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സ്വപ്നം കണ്ട് ഞെട്ടിയിരിക്കണം, അതുപോലത്തെ ഒരു മൂഡ് എന്തോ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് പറയാനുള്ള ഒരു രീതിയിലാണ് ഇത് പോണത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ട് എന്നൊരു രീതിയിൽ നമ്മളിങ്ങനെ ഇരിക്കും. പക്ഷേ അവസാനം പടം കാണുമ്പോൾ പടത്തിൽ ഒന്നുമില്ല എന്ന രീതിയിൽ, ഒരു ശൂന്യം എന്തോ വന്നു, ചുമ്മാ നായകൻ വന്നു, പുള്ളിയുടെ എന്തൊക്കെയോ തീർത്തു പോയി. ആ ഒരു മൂഡിലാണ് പടം പിടിച്ചേക്കുന്നത്. പിന്നെ ഇതിലെനിക്ക് എടുത്ത് പറയേണ്ട ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കടലിൽ ഷൂട്ട് ചെയ്ത കുറച്ച് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വളരെ ഗംഭീരമായിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് ഒരു ഷാർക്കിൻ്റെ രംഗങ്ങളൊക്കെ ഉണ്ട്, അതും വളരെ ഗംഭീരമായിരുന്നു. അതൊക്കെയാണ് ഇതിലൊരു പോസിറ്റീവ് വൈബായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ഇതിലാകെ ഇഷ്ടപ്പെട്ട കുറച്ച് ഫൈറ്റ് സീക്വൻസേ ഉള്ളൂ. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ക്ലൈമാക്സ് സീക്വൻസിലെ ഫൈറ്റിംഗ് മാത്രമാണ്. പിന്നെ ഇതിലൊരു കന്നഡ നായകനുണ്ട്, രാജ് ബി ഷെട്ടി. കിടിലൻ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ ഒരു നടനാണ്. പുള്ളിനെ നല്ല പോലെ യൂസ് ചെയ്ത് ഒരു പടം മലയാള സിനിമ എന്താണ് ചെയ്യാത്തതെന്നാണ് ഞാൻ ആലോചിക്കണേ. ഇപ്പോൾ ടെർബോയിൽ നമ്മൾ കണ്ടു, പുള്ളിയുടെ എൻട്രി വെച്ച് ബാക്കിയെല്ലാം വളരെ ശോചനീയം. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും. പുള്ളി ആകെ എത്രയോ കുറച്ച് ഷോട്ടുണ്ട്, എന്താ പോലും പടത്തിൽ കുറച്ചേ ഉള്ളൂ പുള്ളി. അതും വലിയതായിട്ട് പുള്ളിക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. ആ ഒരു രീതിയിലാണ് പുള്ളിനെ കൊണ്ടുവന്നത്. ആ റോള് ആര് ചെയ്താലും ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ലായിരുന്നു. പക്ഷെ പുള്ളിനെ എന്തിനാണ് കൊണ്ടുവന്ന് മലയാള സിനിമയ്ക്ക് കുറച്ചുകൂടി പുള്ളിനെ നല്ലപോലെ യൂസ് ചെയ്യാം. പുള്ളി അത്യാവശ്യം നല്ല കിടിലായിട്ട് സെറ്റപ്പായിട്ട് ചെയ്യണ ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിനെ കുറച്ചുകൂടി നല്ലപോലെ ഒന്ന് മലയാള സിനിമയിൽ വരുമ്പോൾ യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പെപ്പയുടെ ഫൈറ്റ് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു എന്താണ്, ഇടിച്ച് കഴിഞ്ഞാൽ ഒരു വെയിറ്റുള്ള പഞ്ചാണ് പുള്ളിയുടെ. അതുകൊണ്ട് പുള്ളിയുടെ ഫൈറ്റൊക്കെ കണ്ടിരിക്കാം പടം. അത്രയൊക്കെ ഉള്ളൂ ഈ പടത്തിനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇടിപ്പടം എന്ന് പറയുമ്പം നമ്മുടെ നായകന്മാരുടെ ഒപ്പത്തിനൊപ്പം തന്നെ വില്ലനും നിൽക്കണം. എന്നാലാണ് ഒരു ഇടിപ്പടം നമുക്ക് കുറച്ചുകൂടി ഒരു എൻഗേജിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ഇതിലെ ഒരു വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എപ്പോഴും ഈ നായകനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലാതെ വേറെ ഒന്നും അങ്ങേര് ചെയ്യല്ല. ആ ഫൈറ്റ് സീക്വൻസിൽ എല്ലാ അടിയും മേടിച്ചിട്ട് അങ്ങേരുടെ പാട്ടിന് പോകും. അതുപോലത്തെ ഒരു വില്ലനെയാണ് ഈ പടത്തിൽ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ ഉടനീളം നമ്മൾ കടലിൽ തന്നെയാണ് കാര്യങ്ങൾ. കടലിലത്തെ ഞാൻ പറഞ്ഞ പോലെ രംഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം വേറെ കൂടുതലൊന്നും ഈ പടത്തിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല. എനിക്ക് വളരെ ഉറക്കം തൂങ്ങിയ ഒരു ഫീലാണ് ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് കിട്ടിയത്. അപ്പം നിങ്ങളും ഈ പടം കണ്ടവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.